കാലത്ത് ഇങ്ങനെ കുളത്തിലൊക്കെ പോയി താളിയൊക്കെ വെച്ച് മുങ്ങിയൊക്കെ കുളിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുടികൊഴിച്ചിലും കുറവായിരുന്നു. അതുപോലെ ഈ നരയ്ക്കുന്ന സംഭവമൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടും നമ്മൾ കൂടുതലായിട്ടും മുടികൊഴിച്ചിൽ കാണാറുണ്ട്. മുടികൊഴിച്ചിൽ കൂടുതലാണോ? നമ്മൾ പല രീതിയിലുള്ള എണ്ണയൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും മുടി കൊഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് HB ആണ്. നമുക്ക് HB ലെവൽ കുറവാണെങ്കിൽ മുടി കൊഴിയാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിയാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സപ്ലിമെൻറ്റും ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് അസിഡിറ്റി ഇഷ്യൂസ് കുറേ നാളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഒരു എരിച്ചില്, പൊളിച്ചത് കെട്ടല് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല. അതും മുടി കൊഴിച്ചിലിന് കാരണമാവാറുണ്ട്. നാലാമതായിട്ട് തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ മുടി കൊഴിയുന്നവർക്ക്. അപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാണ്. അതുപോലെ ബൈക്കിലൊക്കെ ഹെൽമെറ്റൊക്കെ വെച്ച് കുറേ ദൂരം യാത്ര ചെയ്യുന്നവർക്കും മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അവിടെ നമ്മുടെ തല ഭയങ്കര ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ.